ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഓണം സ്പെഷ്യലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മത്തങ്ങ വെച്ചിട്ട് നമ്മൾ ചെയ്യലുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണേ. കുറച്ച് കടലപ്പരിപ്പൊക്കെ ചേർത്ത് നല്ല സ്പെഷ്യലായിട്ട് അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ അളവിൽ നല്ല പഴുത്ത മത്തനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മത്തൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല മൂത്ത് പഴുത്ത് തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക. അതിലേക്ക് കൂടുതൽ വെള്ളത്തിനൊന്നും ആവശ്യമില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാകും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. മത്തൻ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ ഒരു 1/2 കപ്പ് അളവിൽ മാത്രം വെള്ളം മതിയിട്ട്, ഒരുപാട് ലൂസായിട്ട് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. മത്തൻ ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടണം. പായസത്തിനായതുകൊണ്ട് നല്ലോണം ഇങ്ങനെ ഉടച്ചെടുക്കാനുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ലോണം അങ്ങ് വെന്ത് കിട്ടിക്കോട്ടെ. ഇടയ്ക്ക് വെള്ളം കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കാനായിട്ട് കിട്ടണം. പിന്നെ ഇത് മിക്സിയിലൊന്നിട്ട് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ ചെറിയ തരികൾ ഉണ്ടായിക്കോട്ടെ, അപ്പോഴാണെങ്കിൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതായിരിക്കും. ഇതുപോലെ ഉടച്ചെടുത്ത ആ ഒരു വെള്ളമൊക്കെ അങ്ങ് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പായസത്തിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. മത്തനും ഒക്കെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടിക്കോളും. അത് നെയ്യ് ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ഒരു ശർക്കരപ്പാവ് ഒരു അരിപ്പയിലൂടെ നരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കണം. നന്നായിട്ട് അങ്ങ് മിക്സ് ആയിക്കോട്ടെ. ഒരു 1-2 മിനിറ്റ് തന്നെ ഈ പറഞ്ഞതുപോലെ ആ ഒരു ശർക്കരയും മത്തനും കൂടെ മിക്സ് ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കില്ല, ആ ഒരു രീതിയിൽ തന്നെ ആക്കിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് അങ്ങ് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട. ഇപ്പോൾ ആ ഒരു ശർക്കരയും മത്തനൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്തിന് നമ്മൾ ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ട് ഒരു 3-4 വിസിലങ്ങ് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞ് പേസ്റ്റ് ആയി പോകണ്ട. ഇങ്ങനെ തുറന്ന സമയത്ത് എന്താ വെന്തിട്ടും ഉണ്ടാവും കേട്ടോ. തീരെ വേവാതിരിക്കുകയും ചെയ്യരുത്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം, ആ ഒരു രീതിയിൽ. അത് ഈ ഒരു മിക്സിലേക്ക് അങ്ങ് ചേർത്തിട്ട് അതോടെ ചേർത്ത് നല്ലോണം അങ്ങ് വരട്ടിയെടുക്കാം. കടലപ്പരിപ്പ് ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വെന്തിട്ടില്ല, ഇത് കൂടുതൽ കടിക്കുമോ എന്നുള്ളത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കുറച്ച് സമയമൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് കുറച്ച് സമയമൊക്കെ വേവിച്ച് വറ്റിച്ചെടുക്കുന്നില്ല, അപ്പോഴേക്ക് കറക്റ്റ് വേവായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആദ്യമേ ഉടഞ്ഞ് പേസ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മുഴുവനായിട്ട് ഇതിലങ്ങ് അലിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളച്ച് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒരു 2 കപ്പ് അളവിൽ അധികം കട്ടിയില്ലാത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ അത്യാവശ്യം വലിയ ഒരു തേങ്ങ ചിരവിയിട്ട് അതിൽ നിന്നാണ് കേട്ടോ പാലെടുത്തിട്ടുള്ളത്. ഒരു 1.5 കപ്പ് നല്ല കട്ടിയുള്ള പാൽ ആദ്യം മാറ്റി വെക്കും വേണം. ഇനി ഈ ഒരു തേങ്ങാപ്പാൽ ഈ ഇതിൽ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിക്കോട്ടെ. അപ്പോഴാണ് ശരിക്കും പായസത്തിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് പ്രഥമൻ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നന്നായിട്ട് വരണ്ട് കുറുകിയതിന് ശേഷം മാത്രം 1ാം പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ സമയത്ത് തന്നെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചുക്കുപൊടിയും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അധികം കട്ട പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത്തിരി തേങ്ങാപ്പാൽ ഇതുപോലെ മിക്സാക്കി ഒഴിക്കുക, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സാക്കി നോക്കിയിട്ട് ഫ്ലേവർ കുറച്ചുകൂടെയൊക്കെ വേണമെങ്കിൽ ഏലക്കപ്പൊടി കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ല കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇത് ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള 1ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ നല്ല കട്ടിയുള്ള 1 കപ്പ് മുതൽ 1.5 കപ്പ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നല്ല ലൂസ് വേണമെങ്കിൽ 2 കപ്പ് വരെ തന്നെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് നല്ലോണം മിക്സാക്കി ഒന്നങ്ങ് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ, കാരണം ഇനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ, ഇതിലേക്കാൾ കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് കാഷ്യൂ അതുപോലെ തന്നെ ഇത്തിരി മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കടിക്കാൻ എത്രയ്ക്ക് ഇഷ്ടമുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ പരിപാടി. ഇങ്ങനെ മിക്സാക്കി എടുത്ത് ടേസ്റ്റ് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മത്തങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രഥമൻ തന്നെ വേണമെങ്കിൽ പറയാം. കടലപ്പരിപ്പും കൂടി ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഇത് നല്ല പായസം പോലെ കുറച്ചുകൂടെയൊക്കെ ലൂസായിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഇത്തിരി കൂടുതലൊക്കെ ചേർത്താൽ മതിയാകും. പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ ഉണ്ടാക്കി വെച്ച് ചൂടോടുകൂടി തന്നെ കഴിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ചൂടാറി സെറ്റ് ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്